ഇനി ഗണ്ണില്ലേ? ഗണ്ണൊന്നുമില്ല. ജീപ്പ് എടുക്കാനാ? ജീപ്പൊന്നും വേണ്ട. എന്താ മക്കളെ? എന്താടി എന്തടി 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 എന്താ? അമ്പിളി അമ്മാവ താമര എന്റെ കർത്താവേ, പൊട്ടിയാ? ഉണ്ടല്ലോ, കൈ വെച്ച് ചവിട്ടി. എന്റെ ഹെഡ്ഫോൺ എന്തെങ്കിലും പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞോട്ടെ, വലിഞ്ഞെന്നോണ്. എന്റെ കൈ മുറി. കയറാ. സ്ട്രോങ് ആണ് ഞാൻ, കുറച്ച് സ്ട്രോങ് ആണ്, സ്ട്രോങ് ആണ്. കൈ വെച്ചൊക്കെ ഞെരുക്കി തരും ഞാൻ. പിന്നെ കണ്ണുകൾ എനിക്ക് കാണാലോ. ചുവന്ന കൺപീലി, ചുവന്ന കൺപീലികൾ. അല്ല, എന്തൊക്കെയുണ്ട്? സുഖല്ലേ? സുഖമാണ്. റോബറിക്ക് എങ്ങനെ പോന്നു? അല്ല, ഈ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോവുക, പണക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ട് അവരെ കാശ് വാങ്ങിക്കുന്നൊക്കെ പറഞ്ഞില്ലേ? പിന്നെ ഒന്ന് ഞങ്ങളെന്തിനു തട്ടിക്കൊണ്ടുപോയേ? തട്ടിക്കൊണ്ടോ തോന്നിയുണ്ടോ? നമുക്കത് പുറത്തോട്ട് പോയാലോ? ഇവിടെ ഭയങ്കര ചൂട് ചൂട് ചൂട്. വണ്ടി ലോക്ക് വയ്ക്കാം. ഞാനിപ്പോ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് ഈ മാസ്ക് ഊരിക്കഴിഞ്ഞാൽ കുട്ടി ആരെന്ന് എനിക്ക് അറിയാൻ പറ്റുമല്ലോ. അല്ല, എനിക്ക് കുട്ടിയെ കാണുമ്പോ മനസ്സിലാകുമല്ലോ ആരാന്ന്. പക്ഷെ ഞാനത് ചെയ്യത്തില്ല, കാരണം ഞാൻ അങ്ങനെ അല്ല, ഞാൻ അങ്ങനത്തെ ഒരാളല്ലേ. എനിക്ക് വയലൻസ് എന്ന് പറയുമ്പോഴേ പേടിയുള്ള ഒരാളാ ഞാൻ. ശരിക്കും എനിക്ക് പേടിയാ. ഞാൻ വയലൻസ് ഒക്കെ അങ്ങനെ വയലൻസ് ഉള്ള സിനിമ പോലും കാണാത്ത ഒരാളാണ്. ഓ, അത് നമുക്ക് ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറയണമല്ലോ നമ്മള്. പിന്നല്ലാണ്ട്. ഹലോ ഹലോ, ഞാന് ക്യാഷ് അയച്ചു തന്നപ്പോഴേ ചന്ദ്രബോസും കേറിയിട്ട് അവിടെ നമ്മുടെ ബാങ്കിലായിട്ട് കാണിച്ചായിരുന്നു എത്ര എമൗണ്ട് കേറി. അത് ഞാൻ നോക്കി. കേട്ടിട്ടുണ്ടല്ലോ. കേറിയിട്ടുണ്ടല്ലോ. ഓക്കെയാണ്.
എന്താന്നറിയോ, ചെറിയൊരു സിറ്റിയുടെ ഒരു ഇതുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാം, കേറിയിട്ടില്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് ഒരു 100 rupees എല്ലാം എന്റെ കൂടെ അയച്ചാൽ കേറിക്കോളും. ശരി ശരി, ഓക്കെ ഓക്കെ നോക്കാം. നമ്മളതിന് ഇവിടെ വന്ന ആളും മനക്കൊല്ലാത്ത സ്ഥലത്ത് അല്ല, കുറച്ച് കാമായിട്ടുള്ള സ്ഥലത്ത് വേണം. ഈ ഫാക്ടറി ഞങ്ങളുടെ പണ്ടത്തെ ഞങ്ങളുടെ കുടുംബ ഫാക്ടറി ആയിരുന്നത്. ആ, അണ്ടി ഫാക്ടറി ഇതാണ്. ഇവിടെ ആയിരുന്നു, ഇവിടെ അണ്ടി അല്ല, ഇതാണ് കാഷ്നട്ട് ഫാക്ടറിയിലെ മാനേജറായിരുന്നു ഞാൻ ഞങ്ങളുടെ. പക്ഷെ അത് ഇടയ്ക്ക് ഫുഡ് സേഫ്റ്റിക്കാർ വന്നപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിട്ട് അടച്ചു പൂട്ടേണ്ടി വന്നു. ഇതൊക്കെ ആരാ? എന്താ? ഞാനിപ്പോ ഇത് തന്നെ, ഇവിടുന്ന് മാറ്റി വേറൊരു ഫാക്ടറിയിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. കുട്ടി ശരിക്കും എന്താ ചെയ്യുന്നേ? പള്ളി തന്നെയാണോ? പറയാൻ പറഞ്ഞ ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അല്ല, ആ സ്തുതി പറയൂ. ആ, എന്തിനാ ഈ മാസ്ക് വെച്ചേക്കുന്നേ? അപ്പോ സിസ്റ്റർ ആണെങ്കിൽ ഞാനിങ്ങനെ പുതിയ എല്ലാവരോടും ഇടപെടാറില്ലേ, ഇങ്ങനെ എന്റെ മുഖം കാണിക്കുന്ന ഇഷ്ടല്ല. ഷൗട്ട് ഇടാവോ? അല്ല, എന്റെ മുഖം എനിക്കിങ്ങനെ കാണിക്കുന്ന ഇഷ്ടല്ല, അതുകൊണ്ടാ. ആ, പിന്നെ സിസ്റ്റർ ഡ്രസ്സിൽ കാണാൻ കൊള്ളാട്ടോ. അന്ന് സിസ്റ്റർ 3 പറഞ്ഞു സിസ്റ്റർ 5 ബോയ് ഫ്രണ്ട് ഉണ്ടെന്നോ? സിസ്റ്റേഴ്സിനൊക്കെ ലൈൻ അടിക്കാൻ പറ്റത്തില്ലല്ലോ. കല്യാണം കഴിക്കാൻ പാടില്ലെന്നല്ലേ ഉള്ളു ചേട്ടാ. ആ, അയ്യോ അങ്ങനൊന്നുമില്ല കേട്ടോ, വിവാദമാവേ. അറിയാത്ത ഞാൻ പറയാറില്ല. ആ, ഓ അങ്ങനെ 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 ഉണ്ടല്ലേ. എന്താ വൈഫോ? വൈഫില്ല. എന്നോട് മറ്റേ കൂടെ ആള് പറഞ്ഞല്ലോ വൈഫ് ഉണ്ടെന്ന്. വൈഫില്ല, ഗേൾഫ്രണ്ട് ഉള്ളു. അത് അഡോപ്റ്റഡ് സണ്ണാണ്, ദത്തെടുത്താണ്. അല്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു തന്തയുടെ ഒരു മോന്റെ തന്തയാണെന്ന് തോന്നുന്നുണ്ടോ? ഒന്ന് നോക്കിയേ. ഇല്ലല്ലോ, എനിക്ക് 27-26 വയസ്സേ ഉള്ളൂ. അത്രേ ഉള്ളൂ, പയ്യനാണ്. മോയില്ല. അല്ല, മോയില്ല. ഇത് ഇൻഫോർമേറ്റീവ് ആയിട്ടോ ഇൻവിറ്റേഷൻ ആയിട്ടോ എടുക്കാം. അല്ല, ഐ മീൻ ഇത് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാം എന്താ പറയാ. ആ, അതെ. പിള്ളേർ കാണിക്കുന്ന കഴപ്പ്, ഓരോരോ കഴിവുകൾ കണ്ടില്ലേ ഇത് ബോട്ടിലൊക്കെ. അപ്പോ ഇന്നിപ്പം പള്ളി പോയില്ല? ആ, ഏത് ഇടവകയിലാന്നാ പറഞ്ഞേ? മുതുക്കിന്റെ അടുത്ത പള്ളിയില്ലേ? ആ, മുതുക്കിന്റെ അവിടെ മുകളില്. ആ, കൂടുതലൊക്കെ അവിടെ ഉണ്ടോ? ആ, എന്താ വിളിച്ചപ്പോ വന്നത് പെട്ടെന്ന്? അതെന്താ തോന്നാൻ കാരണം? ഒരു കാരണം ഉണ്ടാവുമല്ലോ. അല്ല, അന്നിപ്പം എന്നെ തട്ടിക്കൊണ്ട് പോയതല്ലേ, അപ്പൊ ഞാൻ വിളിച്ചിട്ട് കുട്ടിയെ ട്രാപ്പിലാക്കണമെന്നൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ? എന്ത് വിശ്വാസത്തിലാ വന്നേ? വിശ്വാസാണോ? കാണുമ്പോഴൊക്കെ മനസ്സിലാവുമല്ലോ ഒരാളുടെ എങ്ങനെയാന്നൊക്കെ. ആണോ? എന്നാ പറ, എന്നെ കണ്ടിട്ട് എന്താ തോന്നിയേ? കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കേട്ടത് ചേട്ടനെ ഇങ്ങനെ നല്ലതൊന്നും അല്ല ചേട്ടനെ പറ്റി. എന്നെ പറ്റി കേട്ട നല്ലതൊന്നല്ലെന്നോ? ചേട്ടനെ പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നേ.
അയ്യോ എന്താ കേട്ടത്? ചേട്ടൻ എന്നോട് ആദ്യം തൊട്ട് പറഞ്ഞതൊക്കെ കള്ളത്തരാണല്ലോ. ചേട്ടന്റെ പേരെന്താ ശരിക്കും? ശങ്കരൻ. ആര് ശങ്കരൻ? അല്ല ശങ്കരൻ. ശങ്കരൻ ശങ്കരന്റെ മോൻ ചന്ദ്രൻ. ശങ്കരൻ. ശങ്കരനല്ലേ എന്നോട് പറഞ്ഞേ? ആ ശങ്കരൻ എന്നാ പറഞ്ഞേ. അപ്പൊ അത് കള്ളല്ലേ? ആ അത് അല്ല നമ്മള് തട്ടിക്കൊണ്ടുപോയപ്പോ പറഞ്ഞല്ലേ പക്ഷെ കള്ളല്ലേ? കള്ളത്തരം. അത് തട്ടിക്കൊണ്ടുപോകാതെ ആരും സത്യം പറയോ കുട്ടി? അങ്ങനെയൊക്കെയാണല്ലേ, ചേട്ടനോട് സത്യം പോലും പറയാൻ പറ്റില്ല. അല്ല നമ്മളിപ്പോ ഒരാളെ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ സത്യം പറയണമെന്ന് നമുക്ക് നിർബന്ധമില്ലല്ലോ. തട്ടിക്കൊണ്ടല്ലേ പോയത്. അപ്പൊ നമ്മളെങ്ങനെ പക്ഷെ ഞാൻ അറിഞ്ഞ ചേട്ടൻ അനാഥനാന്നറിയോ? ആ അനാഥന. ഞങ്ങൾ സൂരജ് ഓർഫണേജ് എന്ന് പറഞ്ഞൊരു ഓർഫണേജിൽ വളർന്നതാ. കുഞ്ഞാൾ തൊട്ട് നമ്മള് ഒറ്റയ്ക്ക. ഒരെണ്ണം കെട്ടം. ഒരു സെക്കൻഡേ. ഹലോ 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 പറഞ്ഞു. ഞാൻ ഇവിടെ ബീച്ചില് മീൻ വാങ്ങിക്കാൻ വന്ന. മീന് വാങ്ങിക്കാൻ വന്ന. എന്താ ഷാർക്കാ? ഷാർക്ക് മതിയാ? അതല്ലേ പറഞ്ഞ മീന് വാങ്ങിക്കാൻ വന്നേന്ന്. ബീച്ച് ഇവിടെ അടുത്തൊരു അടുത്തുണ്ട്. പട്ടി. എന്താ പറഞ്ഞോണ്ടിരുന്നേ? ചേട്ടൻ ആദ്യം തൊട്ട് കള്ളങ്ങളാ എന്നോട് പറയണം. ഞാൻ എങ്ങനെ വിശ്വസിക്കും ചേട്ടനെ? എന്നെ അല്ലേ നിങ്ങളെന്നെ തട്ടിക്കൊണ്ടല്ലേ പോയത്. അപ്പൊ നിങ്ങള് കള്ളികളല്ലേ? അല്ലല്ല അയ്യോ അയ്യോ അങ്ങനല്ല. അതായത് നിങ്ങളും കള്ളത്തരം. നിങ്ങൾ തട്ടിക്കൊണ്ട് പോയ എന്തിനാ? അത് പറ. തട്ടിക്കൊണ്ട് പോയ എന്തിനാ? എന്റർടൈൻമെന്റിന്. ഞങ്ങള് പള്ളി വീട് വീട് പള്ളി എന്ന് പറഞ്ഞ് നടക്കുന്നല്ലേ. ചേട്ടൻ എന്തൊക്കെ എന്റർടൈൻമെന്റ് ഉണ്ട്? ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ? അല്ല ഇതെന്താ വീട്ടുകാര് കൊണ്ട് ആക്കിയതാണോ ഈ ഇതില്? ആണോ? ഓക്കെ. അപ്പോ സ്വയം ഇഷ്ടപ്രകാരം പോയതല്ല. ഇതൊക്കെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കാവോ? കേൾക്കുന്നില്ല. എന്നെ പള്ളിക്കാരാ നോക്കിയതൊക്കെ. പിന്നെ അങ്ങനെ അവിടെ വളർന്ന് അങ്ങനെ ആയതാ. ഓ അങ്ങനെ 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 അങ്ങനെ. ഓക്കെ. അല്ല എന്റെ പേര് ശരിക്കുള്ള പേര് ചന്ദ്രൻ എന്നാ. ചന്ദ്രൻ. ഇത് വിശ്വസിക്കാവോ? ഇതും കാണോ നീ? ഇത് കള്ളത്തരൊന്നുമല്ല. ഇത് പച്ചയായ സത്യമാണ്. അല്ല എന്നെ കുറിച്ച് ഇത് എന്തോ അന്വേഷണം എന്ന് പറഞ്ഞ എന്തോ അന്വേഷിച്ചേ? നമ്മളൊരാളെ പറ്റി അന്വേഷിക്കണമല്ലോ. അന്വേഷിക്കണം. എന്താ അന്വേഷിച്ചേ? ഞാൻ കുറച്ചേരടുത്ത് ചോദിച്ചു. ഇങ്ങനെ നമ്പർ ഉണ്ടല്ലോ വണ്ടിയില്. നമ്പർ തന്നതാ. അപ്പൊ ഞാൻ ആളോട് ഇങ്ങനെ ശങ്കരന്റെ നമ്പർ ഇങ്ങനെ ഡ്രസ് വെച്ചിട്ട് പറഞ്ഞതാ. അപ്പൊ എന്നോട് ആള് പറഞ്ഞ് ആളുടെ പേരൊന്നുമല്ല, ആള് ഫുൾ ഫ്രോഡാണ് എന്നൊക്കെ പറഞ്ഞു. ഫ്രോഡാ? എന്നോട് അങ്ങനെ പറഞ്ഞു. ആരാ പറഞ്ഞ ഫ്രോഡെന്ന്? അറിയില്ല. ഒരു പയ്യൻ പറഞ്ഞു ഭയങ്കര ഫ്രോഡാണ്, പറ്റിക്കും ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുട്ടി എന്നെ ഞാന് ഫ്രോഡെന്ന് കേട്ടപ്പോ എന്ത് വിശ്വാസത്തിലാ അപ്പൊ എന്റെ കൂടെ വന്നേ? പള്ളി വെച്ച വിളിക്കുന്ന. ഓക്കെ ഓക്കെ. ഹലോ അച്ഛാ. അയ്യോ പെട്ട് 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 പെട്ട്. സെക്കൻഡ് വണ്ടിയിലെ പള്ളിയില് ഹലോ എന്താ പള്ളച്ചന്റെ പേര്? ഫാദർ ഫാദർ വാസ്കോ ബെനറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. ഫാദർ അറിഞ്ഞാ പ്രശ്നമാവോ ഇങ്ങനെ വന്നെന്ന്?
അതിങ്ങനെ അന്യ പുരുഷന്മാരോട് അന്യപുരുഷന്മാരോ? ആ അത് ശരിയാണ്, ഇഷ്ടപ്പെടുന്നത് പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്നൊരു ഫ്രോഡായിട്ട് തോന്നുന്നുണ്ടോ കണ്ടിട്ട്? അല്ല കണ്ടിട്ട് തോന്നിയില്ല, അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. അല്ലെങ്കിൽ ഞാൻ വരുവാ? ആ അല്ലെങ്കിൽ ഞാൻ എന്ത് വരുവാ വരിക? കൊച്ചി. മനസ്സിലായി. ഓക്കെ. ചേട്ടൻ എന്താ അങ്ങനെ ഗെറ്റപ്പിലൊക്കെ എവിടെ പോയതാ? അല്ല ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പൊ അതിന്റെ കാര്യമായിട്ട് പോയിട്ട് വന്നേ. അല്ല ഇന്നലെ വെറും നല്ല ഡ്രസ്സിലായിരുന്നല്ലോ. അത് നമ്മളിവിടെ ഒരു പ്രച്ഛന്ന വിഷയമുണ്ട്. ഫാൻസി ഡ്രസ് ഒക്കെ ഉണ്ട്. അല്ല ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്യും. ഫാൻസി ഡ്രസ് ഒക്കെ ചെയ്യാം, നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാരും ചെയ്യാറുണ്ട് ഇത്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഷോസ് ഒക്കെ വരുമ്പോഴത്തേക്ക് പോയി ചെയ്യാറുണ്ട്. പണ്ട് നമുക്ക് വലിയ കപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് അടിച്ച്. ആ ചെറിയൊരു ഫാമിലി ഉണ്ട്, തക്കട് വീട്ടിൽ. ഇപ്പൊ എന്നെ ഭയങ്കര കാര്യം ഇപ്പൊ വിളിക്കാൻ പോണേ, സംസാരിക്കല്ലേ? ഇത് ഞങ്ങളുടെ ചേട്ടനാണേ. ഹലോ അണ്ണു. എവിടാണടാ കുട്ടാ നീ അനുഭാവിയായിട്ട് എടുത്തിട്ട് നീ എവിടെ പോയി കിടക്കുവത്? അന്ന് ഞാനേ ഒരു പള്ളിയിലൊന്ന് കുമ്പസാരിക്കാൻ വന്നയാ. പള്ളി കുമ്പസരിക്കും പറഞ്ഞു എന്നോട് പറയട്ടെ. ഇല്ല അണ്ണു, ഞാൻ ഇന്ന് തൊട്ട് അണ്ണു ഞാൻ ദൈവത്തിന്റെ വഴിയിൽ ദൈവപാതയിൽ. എന്നെ കാണണ്ടാന്നാണോ പറയുന്നത്? അല്ല അണ്ണു, ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് തൊട്ട് ദൈവപാതയിൽ നടക്കാൻ തീരുമാനിച്ചു. എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ വേണം. നല്ല വഴിയൊക്കെ പറഞ്ഞു തന്നെ. എന്നിട്ട് ഒരു സുന്ദരിയായിട്ട് ഒരു ഞാൻ ഇടയ്ക്കൊന്ന് പള്ളിയിൽ പോയായിരുന്നേ. അപ്പൊ അവിടുത്തെ കന്യാസ്ത്രീ എന്നെ കണ്ടപ്പം അങ്ങ് ഉപദേശന്നേ. ഞാൻ വിചാരിച്ച് നല്ല പാതയിൽ കുറച്ച് ആളങ്ങ് പോവാന്നേ. എത്രയെന്ന് പറയാം നമ്മളിങ്ങനെ നടക്കുവാണു. എവിടെ ഉണ്ട്? ഞാനിവിടെ പള്ളിയില് കുമ്പസരിച്ചോണ്ടിരിക്കുക. പള്ളിയുടെ ഫ്രണ്ടിൽ ഇല്ല, ഞാൻ അങ്ങോട്ട് ഫാദറിനെ കണ്ടം ചെയ്ത് വെച്ചേക്കുക, ഒന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിട്ട്. നീ പള്ളിയിൽ തന്നെ ഉള്ളത് ആണ്. ആ ഇപ്പൊ വിളിക്കാം. ആ ഇതാണ് നമ്മുടെ അണ്ണു, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാ. ആ അതെ. വല്യേട്ടനാ. ഇനി ചെറിയേട്ടനുണ്ട്. കുറെ ഏട്ടന്മാരുണ്ട്, കുറെ അനിയന്മാരൊക്കെ ഉണ്ട്. എല്ലാരും ഇതുപോലെ കുറെ പേര് ഓർഫൻസ് ആണ്. നമുക്കങ്ങനെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നൊക്കെ വന്നവരാ നമ്മളെല്ലാരും. കുട്ടി ഓർഫനാണ്. ഓ അച്ഛനമ്മയൊന്നുമില്ല അല്ലേ? ആരെന്നറിയാവോ? അത് നല്ലതാ ഒരു കണക്കിന്. ബോയ് ഫ്രണ്ട് സ്നേഹം തരുന്നുണ്ടല്ലേ? ആ ബോയ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞില്ല. വില്ലൻ. എനിക്കൊരു വില്ലൻ ആവോ? ഹലോ, എനിക്കൊരു വില്ല. അല്ല എനിക്കൊരു വില്ലൻ ആവോന്ന്. അല്ലല്ല അയ്യോ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ച. വില്ലൻ ദാസ് എന്നാണ് പേര്. ആ ഒരു നിമിഷം എന്റെ ഉയരങ്ങ് മോളിൽ പോയിട്ട് താഴെ വന്നേ. അല്ല നമ്മുടെ കുടുംബത്തിൽ വില്ലൻ ഉണ്ടേ. ഓക്കെ, ഞാൻ പള്ളിയിൽ ഡ്രോപ്പ് ചെയ്യട്ടെ? ആണോ? ഓഹോ കണ്ട സംസാരിക്കാം. ആണോ? ഓക്കെ. ജീവിതമൊക്കെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ ആർക്കെനിക്ക് അമ്മ. ഓ അയ്യോ ഇപ്പൊ പോയനെ. ഇല്ല കുട്ടി, എന്ത് വിഷമം? ആ അല്ല നമുക്കങ്ങനെ വിഷമൊന്നുമില്ല, ഓക്കെയാണ്. എന്തൊരു വിഷമമുണ്ടല്ലോ ചേട്ടന്, എന്താ
ചേട്ടൻ പറഞ്ഞോ വിശപ്പുണ്ടെങ്കിൽ? വിഷമോ എനിക്കോ? ഇല്ല കുട്ടി, ഞാൻ ഇങ്ങനെ വിഷമൊന്നുമില്ല. അല്ല ഇപ്പൊ ഈ സിസ്റ്റേഴ്സ് വരുമ്പോ റോങ് ആവും. അവർ ചോദിക്കും എന്തിനാ കണ്ട ഒരാളെ ഒരു ദിവസം കണ്ട ഒരാളടുത്ത് കൂടെ പോയി എന്തിനാ സംസാരിച്ചെന്നൊക്കെ വിഷയമാക്കുവോ? ആണോ? ആ ഓക്കെ ഓക്കെ. ആ അറിയാം അല്ല അല്ല പിന്നെ കുട്ടി കുറച്ചത്തെ പറഞ്ഞ ഭയങ്കര മോശം അഭിപ്രായമാണെന്ന്. ആ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എത്ര പേർക്ക് നല്ല അഭിപ്രായം കാണും? അങ്ങനല്ല, എത്ര പേർക്ക് ഒരു അഭിപ്രായം ഉണ്ട് എന്ന് വെച്ചേ. ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായം ആർക്കാ? വാറുണ്ട്. അത് പുറത്തറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം. ആണോ? പുറത്തറിയാൻ പറ്റത്തില്ല. ആ അപ്പൊ നല്ല അഭിപ്രായം ഉണ്ടോ? ഈ നല്ല അഭിപ്രായം ഉള്ള ആൾക്കാർ സിംഗിൾ ആണോ? അല്ല. കമ്മിറ്റഡ് നല്ല അഭിപ്രായോ? അത് നല്ലതാ. എനിക്ക് നല്ല അഭിപ്രായമായിരുന്നു സിസ്റ്റർ 5നെ പറ്റി. ഇല്ല മാറിയില്ല. സിസ്റ്റർ 5ന്റെ ശരിക്കുള്ള പേരെന്താ? അതാണ് എളുപ്പം. സിസ്റ്റർ 5. ഓക്കെ. അപ്പൊ ഇത് ബോയ് ഫ്രണ്ട് അറിഞ്ഞ വിഷയാവൂലേ? അല്ല എന്താ റോയലാ? ഓ ലോയല്. ആ അല്ല ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങോട്ട് കുട്ടി വന്നെന്ന് പറയുമ്പോ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടുമെന്ന്. തീവ്രതയാണ്. ഈ വണ്ടി ഏത് നായിന്റെ ഓഫാക്കിട്ട് പോയത്? ഹലോ, ഈ സൂര്യ ഇവിടെ മുതുക്കി കിടന്ന് കാണിക്കുന്നുണ്ട്. എന്താന്ന്? എവിടെ നീ? എവിടെ ഇത്? ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. കണ്ട പെമ്പിളോട് കിടന്ന് കണ്ട പെമ്പിളോട് കിടന്ന്. ആ ഞാനിവിടെ ഉണ്ട്. ഞാനിവിടെ ഉണ്ട്. മുതുക്കിയോണ്ടി പെട്ടെന്ന് വന്നാണെങ്കിൽ അത്യാവശ്യം ഒരു കാര്യം മുതുക്കി വാടി. മച്ചാനെ ഇതൊന്നും തുറന്നു തരും. എന്നൊന്ന് ഡ്രോപ്പ് ആക്കോ? എന്നെ ഒരു സ്ഥലം വരെ ഡ്രോപ്പ് ആക്കാൻ പറ്റുമോ? ഓക്കെ പേടിച്ച് അല്ല എന്നെ വേറെ ഏതെങ്കിലും ഗരാജ് ഉള്ള ഏതെങ്കിലും കടലുണ്ടാ? ദേ അവിടെ ആ ബോർഡിന്റെ ചിഹ്നമുള്ള അവിടെ അത് ഗരാജ് ആണോ? മച്ചാനെ കിഡ്നാപ്പ് ചെയ്യാണോ?
എല്ലാരും കണ്ടില്ല. ഇത് എന്നെ അങ്ങോട്ട് വിടാവോ? ദേ അവിടെ കുറച്ച് വണ്ടി ഇരിക്കില്ലേ അവിടെ? ഗ്യാരേജിന്റെ അവിടെ. ആ മറ്റേ മതി. ആ ഹലോ സിസ്റ്റർ ഭായ്, വെള്ളത്തിൽ വിട്ട് ഞാൻ ദേ ഇവിടെ ദിശ അറിയാതെ നീന്തിക്കൊണ്ടിരിക്കുക. ചേട്ടൻ എന്റെ സാരേ വന്നല്ലോ. ആരാ? ആ ചേട്ടന്റെ ബന്ധുവാന്ന് പറഞ്ഞത്. ബന്ധുവാ? ഞാന് ഇപ്പൊ ഈ കരയിൽ കയറിട്ട് ഇപ്പൊ വിളിക്കാവേ. കുട്ടി അവരുടെ പള്ളി പൊക്കോ, ഞാൻ വരാം. ചേട്ടാ ഓക്കേ ചേട്ടാ. ഓക്കെ. വെള്ളം പൊക്കി കയറിയാണേ. ആണോ? ആ സൂക്ഷിക്കണ്ടേ ചേട്ടാ. ആ. ആ ചേച്ചിയെ അന്വേഷിച്ചൂന്ന് പറയാൻ ആ പറഞ്ഞു. ആ ഓക്കെ താങ്ക് ചന്ദ്രബോസ് അല്ലേന്ന് ചോദിച്ചു. ആ ഓക്കെ താങ്ക് യു ഒരു മിനിറ്റ്. താങ്ക് യു ബ്രദർ. എന്താ ചോദിച്ചേ? അല്ല ആ ചേച്ചി അന്വേഷിച്ചൂന്ന് പറയാൻ പറഞ്ഞു. ആരെ? എന്നെയാ? ആ ചന്ദ്രബോസ് അല്ലേന്ന് വെച്ചാ അതാരാ? അതാരത്? എനിക്കറിയില്ല ചേട്ടാ. അറിയോ? എന്നെ അറിയാന്നാണോ പറഞ്ഞേ? ആ ചേട്ടന്റെ ഏതോ ബന്ധുവാന്ന് പറഞ്ഞു. ബന്ധുവാ? ആ അറിയത്തില്ല കേട്ടാ. ഒരു ചെക്കനുണ്ടായി കൂടെ. കൊച്ചുണ്ടായാ? ആ ഒരു കൊച്ചു ചെക്കനും ഒരു കൊരങ്ങനും. കൊരങ്ങന? ചിമ്പൻസിയൊക്കെയാണോ പറഞ്ഞത്? ഇത് കാട്ടിന്നല്ല വന്നായിരിക്കും കേട്ടോ. വനവകുപ്പിൽ വിളിച്ച് ഞാൻ പറയാം. ചേട്ടന്റെ ബന്ധുവാന്ന് പറഞ്ഞേ. കൊരങ്ങനും ബന്ധുവാ. കൊരങ്ങന? ആ ഞാൻ എന്തായാലും നോക്കട്ടെ. അപ്പൊ ഞാൻ കൊണ്ടിട്ട് ചേട്ടാ. ആ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നോ? ആ വന്നു. അപ്പഴാ ചേട്ടൻ ചാടിയേ. എനിക്ക് അവരൊന്ന് കാണുമായിരുന്നല്ലോ. ചേട്ടൻ ചാടിയില്ലേ? ആ ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ അവിടെ തന്നെ ഇരുന്നു. ഇപ്പൊ വരാം, ഒരു സെക്കൻഡ്. ഞാൻ ഈ ദിശ അറിയാൻ പറ്റുന്ന ഓട്ടോ. എനിക്ക് ആ ഓക്കെ. ഏണിയില്ലേ ഈ പറിക്ക്? ലോട്ട് മാറ്റാനാ? എന്റെ വണ്ടി എവിടെ? എന്റെ You have reached an automated voice message. എന്റെ ഞാന് എന്റെ ഐക്യു ഉണ്ടോടാ? എന്റെ ഐക്യു ഇത്ര ഐക്യമുള്ള പയ്യൻ വേറെ എവിടെ ഉണ്ടാ? ഇത്ര ഐക്യമുള്ള ഒരു പയ്യൻ നിങ്ങൾ തന്നെ പറ. ഐക്യു ഒന്നാനുള്ളി ചന്ദ്രബോസ്. അയ്യോ അലീന സിസ്റ്റർ മരിച്ചു കിടക്കുന്നു. എന്താ ഇവിടെ സംഭവിക്കുന്നത്?
ഹലോ ചേട്ടനാണോ ഇടിച്ചേ? എന്താ ചേട്ടനാണോ ഇടിച്ചേ? ആരെ ഒരു ഇടി കിട്ടിയായിരുന്നു എവിടെന്തോ. ആണോ? ഞാനല്ല. അല്ലല്ലേ? അപ്പൊ ഇതാരാ വണ്ടി വന്ന് EMS വല്ലായിരിക്കും. എന്തു പറ്റി? ചെറുതായിട്ടൊന്ന് ബോധം പോയി. കുഴപ്പമില്ല. ചേട്ടൻ എവിടെയുണ്ട്? ഞാൻ ഇവിടെ വരാറായി. ഇപ്പൊ വരാ. എന്നെ അന്വേഷിച്ച കുട്ടി അവിടെ ഉണ്ടോ? പോയോ? പോയല്ലോ. ആ ശരി ശരി. ഓക്കെ 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 ഓക്കെ. ഒരു സെക്കൻഡ്. ഇപ്പൊ വരാം. ഹലോ, ഇത് എവിടാണിത്? മുതുക്കിൽ എത്ര നേരായിട്ട് നിക്കാണ്. മുതുക്കിലോട്ട് എത്താറായി. ഇവിടെ ഇവിടെ ഇല്ലല്ലോ ഇവിടെ ആരും. ഇവിടെ എന്താ ഇത്? വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് വാ. ആ നീ എഴഞ്ഞു പോണ്. നീ എഴഞ്ഞു പോണ്. കുഞ്ഞിപ്പുഴുവിന്റെ മോള്. എവിടെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഉണ്ടല്ലോ. നിന്റെ ചെറുക്കനെ കണ്ടാളന്മാരെ കൂടെ പോട്ടെ. എനിക്കൊരു കുഴപ്പമില്ല. നീ എവിടെ പോയി? എനിക്ക് സൗകര്യമില്ല. എനിക്ക് സൗകര്യമില്ല. ഞാൻ വരത്തില്ല. നീ വരണ്ട. നമ്മളെടുത്താ കളി. നമ്മളെടുത്താ കണ്ടിരിക്കുന്നത്. നേരത്തെ മറ്റേ ഗോഡ് ഫാദർ നമ്മുടെ ഒരു അണ്ണൂല്ലേ? അണ്ണു എന്ന് പറഞ്ഞ ആളില്ലേ? പുള്ളീനെ മീൻ വണ്ടി ഇടിച്ച് ആശുപത്രിയില്ല. ആ മീൻ വാങ്ങിക്കാൻ പോയതാ. ആ ഞാൻ അപ്പൊ അങ്ങോട്ട് പോണേ. ശരിയേ. ആ ആശുപത്രി ഹോസ്പിറ്റലിലോട്ട് പോവാ. ആ ഓക്കെ ഓക്കെ. ആ ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പാ യോ You have reached an automated വെട്രിക്കഴപ്പൻ എവിടെ? വെട്രിക്കഴപ്പൻ നിൽക്കുന്നു. വെട്രിക്കഴപ്പൻ ഫോൺ എടുക്കൂല ഇങ്ങനെ. ആ ബാല എന്താ പരിപാടി? വണ്ടി സേവ് ഇട്ടേ. ബാല വെട്രിക്കഴപ്പൻ എന്തി? വെട്രിക്കഴപ്പൻ നാട്ടുകാരെ മൊത്തം അടിച്ചു പോകുന്നില്ല. അല്ല വെട്രിക്കഴപ്പൻ അണ്ണു. അണ്ണൂന്റെ അല്ല, വെട്രിക്കഴപ്പ് ബോബിന്റെ പാർട്ടി ഇല്ല. അതാണോ? ഓ അണ്ണുന്റെ ബോബിന്റെ ആണ് വെട്രിക്കഴപ്പൻ. ഹലോ ഹലോ ശവങ്ങളെ പോലെ ഹലോ. ഇൻക്ലാബ് സിന്ദാബാ. ലക്ഷം പിന്നാലെ. അണ്ണു എന്തൊക്കെയാണ് ഇതെന്താ എല്ലാരും യൂണിഫോമോ? ആ ഇത് അണ്ണുവിന്റെ പാർട്ടിയുടെ ഇതാ. നമ്മൾ നോക്കുകയാണല്ലോ ഇവിടെല്ലേടാ. കിരി ചേറില്ല കേട്ടോ നിനക്ക്. ഈ മാല ചേറില്ല. നീ എന്റെ മാല എന്തിനാ ഇട്ടത്? എടാ മാല മാറ്റില്ല. ആളെ മനസ്സിലാവണ്ടേ? ഇത് എന്റെ
എടാ ഞാൻ ഈ ഡ്രസ് ഇടുമ്പോ നീ അവിടെ ഇട്ടോണ്ടിരിക്കണുള്ളൂ കിരി പോയി മാറ്റേ ഞാനാണ് ആദ്യം ഇട്ടത് കിരി എനിക്ക് മാമനെ പറഞ്ഞത് ഹലോ ഞാനില്ലേ ഇവിടെ എവിടെ പോണ്ട ഫ്രണ്ട് എന്റെ ഫ്രണ്ട് വേണം കാട്ടുപോയി അത് സംഭവം വെച്ചാലേ അളിയ നമ്മള് ഹായ് നിങ്ങളൊക്കെ ഒരേ പാർട്ടിക്ക് പോകുന്ന ആ ഹായ് ഹായ് നൻപൻ ഒരു നൻപൻ ഹായ് ഐ ആം ശ്യാം ചന്ദ്രൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ആണല്ലേ എടാ ഞാൻ പറഞ്ഞില്ലേ പീഡിയിലെ ആ ഐഷ മാഡം പീഡിയിലാണല്ലേ ഞാൻ പീഡിയില് എനിക്ക് പീഡിയില് എല്ലാരും അറിയാം വലിയ കണക്ഷൻസ് ഉള്ള ആൾക്കാരാ പീഡിയായിട്ട് സൂര്യബോസിനെ കൊണ്ടൊക്കെ ഡ്രസ് ഷോപ്പ് നിൽക്കുമ്പോ നമ്മള് പരിചയപ്പെട്ടായിരുന്നു. ആഹാ അതെ 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 എന്തൊക്കെയുണ്ട് സുഖല്ലേ ഓ സുഖം സുഖം. ഓ, എന്തോ പാർട്ടി പരിപാടി ആയിരുന്നു അതെ അതെ ഒരു സെക്കൻഡ് ഒന്ന് ഇപ്പൊ വരാവേ ഹലോ ഓ ആയിക്കോട്ടെ ചേട്ടാ. ഞാൻ ഇറങ്ങാ ചേട്ടാ. പോവാണോ ആ ചേട്ടൻ പോയല്ലോ. അതെന്താ ഞാൻ പോണെന്ന് ഞാൻ പോയിപ്പോ ഇറങ്ങണം എന്ന് പറയുന്നേ ഇല്ല ചേട്ടാ എനിക്ക് വിഷമായി. അതെന്താ വിഷമേ ഇല്ല ചേട്ടൻ എന്താ ഒന്നും പറയാണ്ട് വെള്ളത്തിൽ ചാടിയേ. അയ്യോ ആ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞല്ലോ. ആ ചേച്ചി എന്ത് പറഞ്ഞു സത്യം പറ ചേട്ടാ അതാരാ? അല്ല ചേച്ചി എന്താ പറഞ്ഞേ ചേട്ടൻ സത്യം പറ. ചേട്ടൻ കൊറേ കള്ളം പറയുന്നുണ്ട് എന്നോട്. എന്തൊക്കെ കള്ളം പറഞ്ഞ ആദ്യം അല്ല പറഞ്ഞു. ഞാൻ ആരാ വന്നേന്ന് ഒന്ന് ഞാൻ ആരെയും കണ്ടില്ല എനിക്ക് ആരെന്നൊന്നും മനസ്സിലായില്ല ഞാൻ വെള്ളത്തിൽ വീണുപോയതാ കാല് തെറ്റി എന്നോട് അങ്ങനെയല്ല ചേച്ചി പറഞ്ഞ ചാടിയതാന്നല്ലേ പറഞ്ഞേ. ഇല്ല ഞാൻ വീണപ്പോ കുട്ടിക്ക് മനസ്സിലായില്ലേ കാല് തെറ്റി വീണയാണെന്ന് ആദ്യം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് ചേച്ചി അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞേ. ചേച്ചിയാ ഏത് ചേച്ചി ഒരു ചേച്ചി വന്ന് സംസാരിച്ചല്ലോ നീലമുടിയുള്ള. നീലമുടിയുള്ള ചേച്ചി ആ കുക്കുടുവല്ലാണ് അത് കാർലോടെ ഗേൾഫ്രണ്ട് ആണത് പക്ഷെ എന്നോട് ചേട്ടന്റെ ഉണ്ടാന്നാ പറഞ്ഞു. എന്റെ ഗേൾഫ്രണ്ട് ആണോ പറഞ്ഞേ ആ അലീനയാണോ ആ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അലി അവിടെ ഉണ്ടോ അലീന ഇല്ല. ഞങ്ങൾ അതിലേക്ക് പള്ളിയിലേക്ക് പോകുന്ന ചേച്ചി പോയി. ആ അല്ല ഞാൻ ആരെയും കണ്ടില്ല പക്ഷേ വരുന്നെന്ന് ഞാൻ വെള്ളത്തിൽ കാല് തെറ്റി വീണു പോയില്ലേ ആണോ? ചേട്ടാ ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ നല്ല തലവേദന ഫുൾ ടെൻഷനാണേ ഈ എന്ത് അവിടെ ചേട്ടാ? ഹോസ്പിറ്റൽ കേസൊക്കെ വന്നപ്പോഴേ കുറച്ച് ടെൻഷനായി അന്നൂൻ എങ്ങനെയുണ്ട്? മരിച്ചു ഇല്ല ഇത് മരിച്ചു പോകേണ്ടതായിരുന്നു സീരിയസ് ആയിരുന്നു പക്ഷെ ജസ്റ്റ് മിസ്സിന് കുഴപ്പമൊന്നും ഇല്ലാണ്ട് രക്ഷപ്പെട്ടു ആണോ? ഓക്കെ അല്ലേ ആളിപ്പോ? ആ എന്താ അടുത്താരാ സിസ്റ്റേഴ്സ് ആണോ ബാക്കിയുള്ള ആ സിസ്റ്റേഴ്സ് ഉണ്ട്. ചേട്ടനെ ചേട്ടൻ പക്ഷെ കാണാണ്ട് പോയല്ലോ. ആ അതെ 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 കുഴപ്പമില്ല. ഇനി ഒരിക്കൽ കാവാ ആ ചേട്ടാ ഇനി ഞാൻ വരുമ്പോ ആ വിളിക്കാം. ഓക്കെ ചേട്ടാ ഫുഡൊക്കെ കഴിക്കണേ. ആ പക്ഷെ ഇതുപോലെ ആരും അന്വേഷിക്കാറില്ലേ ഫുഡ് കഴിച്ചോ ഇല്ലെന്നൊക്കെ അതെന്താ ചേട്ടാ താങ്ക് യു ഫോർ ദ കൺസേൺ അല്ല നമ്മൾ ആരും അന്വേഷിക്കാറില്ല നമ്മൾ കഴിച്ചോ ഉണ്ടോ ഉറങ്ങിയെന്നൊക്കെ അല്ല പറഞ്ഞല്ലോ പറഞ്ഞില്ല ഓക്കെ പോയിട്ടോ കുട്ടി ശരി പോയിട്ട് ചേട്ടാ. നശിപ്പിക്കാൻ വേണ്ടി വാട്ടർ കുടിക്കും വെള്ളം കുടിക്കും ചേറ്റി അളിയാ വെള്ളം വെള്ളം വേണമെന്നോ? കുരിപ്പില്ലേ എന്റെ പേരിന്റെ ഒരു മിനിറ്റ് പോയിട്ട് എടാ ഞാൻ സംസാരിച്ചെന്ന് കുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ സംസാരിച്ചെന്നൊരു തെറ്റായി വരുമായിരുന്നു എന്ത് വേറൊന്നുമില്ല ജസ്റ്റ് നമ്മളൊരു ബെസ്റ്റി ദേ വരുന്നു മറ്റേ നീലമുടിയുള്ള ആള് ഏതോ ഒരു വണ്ടിയിൽ ലക്ഷം പിന്നാലെ ജനകോടികളുടെ മനസ്സിൽ നമുക്ക് അണ്ണുവിനെ പ്രതിഷ്ഠിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണു ആണ് നമ്മുടെ പാർട്ടിയിലെ ഞാൻ ബീവിക്കടാളാ എടി ഇങ്ങനെ
വണ്ടി ഇങ്ങനെ വെള്ളത്തിൽ കൊണ്ട് ഇറക്കല്ലേ എന്തായി കാണിക്കണേ കൊരങ്ങിന് അണ്ണാൻ പണ്ടി എല്ലാം കൂടി കടന്ന് കാണിക്കുന്നേ ആ. ഈ പോക്കാണെങ്കിൽ 5 years ആവും തോന്നില്ല അതെ ചിമ്പു ചിമ്പുവിന്റെ കൂടെ പോയി ചന്ദ്രന്റെ അല്ല ഇവിടെ ഒണ്ണീറൂലാവാത്തൊന്നും സംസാരിക്കില്ല ഇവിടെ കേട്ടോ ഒണ്ണീർ പോലെ തേക്കാത്തമാരൊക്കെ ചന്ദ്രൻ അതന്നെ ലോറയുടെ അതെ ലോറ കൂടുതലുള്ള പയ്യനല്ലേ പ്രയോറിറ്റി കൊടുത്തേ അന്നേരം നിനക്കൊരു വിഷമം വന്നില്ലേ കണ്ണാപ്പി അത് നല്ല രസം മനുഷ്യനല്ലേ പ്രയോറിറ്റി എടുത്തേ ആ എടാ അവള് കുറച്ച് മനുഷ്യ സ്നേഹിയാണ്ടാ ശേ മൃഗസ്നേഹിയാണ് ആ ചന്ദ്ര നീ മറ്റേ ഇതൊക്കെ പോയിട്ട് വന്നോ മറ്റേ കുമ്പസരിക്കാൻ പോയിട്ട് ആ പള്ളി പോയിട്ട് പറഞ്ഞ കുറച്ച് മുന്നേ ആ പോയി ആ ആ ആ ആ ആ ചിമ്പുവേ പോയി പോയി മറ്റേ കോട്ടി തൊട്ട് വന്നിട്ടാടാ എടാ ചന്ദ്ര നമ്മള് ഫോട്ടോ എടുത്തില്ല കേട്ടോ നമ്മൾ ഫോട്ടോ എടുത്തില്ല നമ്മള് ഫോട്ടോ എടുത്തില്ല ചന്ദ്രൻ വന്നിട്ട് നമ്മളുടെ ഫോട്ടോ എടുത്തില്ല എടുത്തില്ല അല്ല ഫോട്ടോ എടുക്കാം പറഞ്ഞിട്ടിരിക്കുന്ന ഫോട്ടോ എടുക്കാം അന്ന് ഒറ്റ ഞാൻ അലിന് സംസാരിപ്പോ ഹലോ ഹലോ എടി നിന്നെ എത്ര നേരം കൊണ്ട് വിളിക്കുക ഇവിടെ സൂര്യയുടെ ഒരു കേസ് പറഞ്ഞ് ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ കുറെ നേരം നിപ്പുണ്ടായിരുന്നു അവര് പോയി ഇപ്പൊ സൂര്യയുടെ എന്ത് കേസ്? സൂര്യ ഈ കണ്ട പെമ്പിള്ളേരെ ആർക്കും ഒക്കെ സെറ്റായി കൊടുക്കാൻ നടക്കുവാന്ന് ഇവൻ മാമനാവൻ സിറ്റിയിലെ അച്ഛൻ എന്ത് എനിക്കിത് കേക്കാൻ വയ്യ കേട്ടോ എനിക്കിത് കേക്കാൻ വയ്യ ഞാനിതിന് കേക്കരുത് കേട്ടല്ലോ സൂര്യയുടെ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു? സൂര്യയുടെ അച്ഛൻ ഇവിടെ നിനക്ക് കണ്ണിൽ കുരുവാടായിരിക്കണം പാർട്ടിയുടെ പരിപാടി നടക്കണം മനസ്സിലായോ ഇവിടെ പാർട്ടിയുടെ പരിപാടി കേട്ടാ വെള്ളം തന്നെ വെള്ളം തന്നെ വെള്ളം തന്നെ വെള്ളം തന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് കുമ്പസരിക്കാൻ പോയെന്നുള്ളതേ ഉള്ള ഇടയ്ക്കിടയ്ക്ക് പോകുന്നത് നല്ലതാ. ആ എനിക്ക് കുറച്ച് ദൈവവിശ്വാസം വന്നു തുടങ്ങി തുടങ്ങും. അച്ഛനെ കണ്ടിട്ടാണോ സിസ്റ്ററിനെ കണ്ടിട്ടാണോ? നീ സൂര്യ നീ എവിടെയായിരുന്നു എന്ത് എന്തിനാ തണ്ണീരടി പോണേ നിന്റെ കാര്യം നോക്കാൻ പടിയാ നിന്റെ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പടി കേട്ടാ കേട്ടാ ബ്ലാക്ക് മണി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം വേണമെങ്കിൽ പോട്ട് അപ്പൊ ആവശ്യമില്ലാത്ത പണികൾക്ക് പോവാണ് അപ്പൊ അപ്പം പോട്ടെ ബ്ലാക്ക് മണി ഉണ്ടാക്കാൻ എന്താവശ്യം എന്തായാലും ഇങ്ങനെയൊക്കെ പറയണേ പള്ളിയിൽ കുമ്പസരിക്കാനൊക്കെ കുമ്പസാരൊക്കെ നല്ലതല്ലേ നമ്മുടെ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കണ്ടേ എവിടെയും ഭാരം ഇറക്കി വെക്കണ്ടേ നിറയെ ഭാരമാ എന്റെ മനസ്സ് മൊത്തവും രാത്രി കാലങ്ങളിൽ പോകുന്നത് നല്ലതാണ്. സുഹൃത്തിനെ കൊന്ന് ഇതൊക്കെയല്ലേ എന്റെ ഭാരം അണ്ണു എന്തിനാ അവനെ കൊന്നേ എന്താ ആ പ്രശ്നം ആ ആ അത് ആ മനസ്സിലായി എടാ ഇന്നാരെ കൊല്ലല്ലേ കണ്ടാ സൈസാണോ എടാ ഞാൻ ഒരു കാര്യം പറയട്ടോ ചന്ദ്ര സീരിയസ്ലി ഇത്രയും ഇറിറ്റേറ്റിംഗ് ദൈവം ഒന്ന് പൊക്കി വിടുവോ ഇല്ല പൊക്കണ്ട പൊക്കണ്ട അത് ഇഎംഎസ് പൊക്കോളൂ കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് എന്റെ ഒരു തിളപ്പിന് വേണ്ടിട്ട് ഞാൻ കൊന്നതാണ് അല്ലല്ല ഇഎംഎസ് ഇല്ല പൊക്കണ്ട 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 ഇഎംഎസ് വെക്കോ പിന്നെ ഇവനെന്തൊരു രാജാവാ ഞാൻ കാര്യം പറയട്ടോ ചന്ദ്ര സമ്മതിക്കില്ലേ? this guy is the most disgraceful asshole അണ്ണോ അതൊക്കെ അതാണ് കേട്ടാ അലീന അലീന സൂര്യന്റെ കാര്യം നോക്കിയോണേ സൂര്യന്റെ കാര്യം നോക്കണേ കേട്ടാ കേട്ടാ അലീന സ്വന്തം കാര്യം നോക്കണം നല്ലപോലെ. നീ പോടാൻ തന്നെയാണ് വിളിച്ചേ ഭാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കി വെക്കുന്നത് നല്ലതാ. ആ ആ ആ ലീഡ് പോലും ഇല്ല പാർട്ടി ലീഡർ ഇവിടെ അണ്ണോ ഇവനെ അടക്കിയല്ല നമുക്ക് ചന്ദ്ര പറ ഇവനെ കുരിശ് എറിഞ്ഞ് അടച്ചാല നമുക്ക് കുറച്ച് അടക്കിയല്ല അവനെ അടക്കിയല്ല ഇത് നേരെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് അടക്ക പൊക്കണ്ട അടക്ക നമുക്ക് കൂതാശ കൊല്ല കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട് എനിക്ക് പരിചയമുള്ള എവിടെ കാണാൻ പറ്റി എന്റെ ജീവിതം മെമ്പർ ആവാൻ താല്പര്യം ഉണ്ടല്ലോ ഈശക്കല്ലേ അണ്ണു ഞാൻ കാര്യം പറയട്ടാ ഓക്കെ ഈശ താങ്ക് യു അണ്ണു ഈ അണ്ണു ഇവിടെ അണ്ണു ഇവിടെ ഇതായ മേയറായ ഈ കൊച്ചു പിള്ളേരെ അവരവരെ തന്തമാർക്ക് അവരവരെ തന്ത
കണ്ടുപിടിച്ച കൊടുക്കണ ഒരു ഇതുകൊണ്ട് അതിനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ലിങ്കിനെ തന്നെ ഏർപ്പാടാക്കും. ഞാൻ കൊറേ ദിവസമായിട്ട് ഞാൻ ഉത്തരവാദിയല്ലാത്ത ഒരു അപരാധിനെ ഞാൻ കൊണ്ട് നടക്കുന്നുണ്ട്. ചന്ദ്രന്റെ തന്തേനെ കണ്ടുപിടിക്കണം, എന്റെ തന്തേനെ കണ്ടുപിടിക്കണം. അല്ല ഈ പ്രായത്തിൽ എനിക്ക് തന്തയുണ്ട്. ഞാൻ അണ്ണന് തന്തയെന്ന് വിളിച്ചോളാം. പറയണല്ലോ എനിക്ക് കുഞ്ഞാളെ എന്നെ ഉപേക്ഷിച്ചിട്ട് ജനിപ്പിച്ച് കേട്ടിട്ട് നോക്കാറ് ഉപേക്ഷിച്ച് പോയില്ലയോ അതാണെന്നും പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വെടിച്ചു വിടണം നമുക്ക്. എനിക്ക് മനസ്സിലായത് എന്റെ പൂർവികർ മുമ്പിൽ എന്റെ അണ്ണൂനെ പിടിച്ചു നിർത്തണം. ഇതാണ് എന്റെ അനാവശ്യമാ പറഞ്ഞരായ. അല്ലെ അണ്ണൂനെ നമ്മൾ നോക്കി വളർത്തിയാണ്. നീ ഇപ്പൊ ചോദ്യം ചെയ്തത് നിന്റെ അച്ഛന്റെ ഒരു അച്ഛന്റെ മൊറാലിറ്റിനാണ് നീ ഇപ്പൊ ചോദ്യം ചെയ്തരായ. ഞാനേ ഏതോ രാജകുടുംബത്തിലുള്ളതാണ്, പൂർവികരായിട്ടെ. എന്തൊക്കെ മാറ്റങ്ങൾ ഇല്ല രാജകുടുംബം അയ്യടാ തേപ്പാറിന്റെ മോനല്ലേ നീ? മോനല്ലടാ നീ. ഇതാരാ റേസിയല്ലേ വണ്ടി റേസിയല്ലേ രാജകുടുംബത്തിന്റെ ഒരാളുടെ അടുത്താണ് നിങ്ങൾ റേസ് ചെയ്യണം. നിങ്ങള് ഇല്ല പാർട്ടിയാണ് നിങ്ങള് P47 ഗ്യാങ് ആണോ? ഗ്യാങ് അല്ലേ? ഏതാ ക്ലബാണോ? ആഹാ നല്ല ഡ്രസ്സൊക്കെ ആണല്ലോ. നിങ്ങള് എന്തിന്റെ മെയിൻ ആയിട്ട് ഏതാ? ഓക്കെ ഡീലർഷിപ്പ് നിങ്ങളാണല്ലേ? പുതിയ വണ്ടിയിൽ വന്നായിരുന്നോ? നടക്കട്ടെ ഇത് ഇങ്ങനെ കാണിക്കരുത് കേട്ടോ. നിങ്ങളുടെ പണി വരെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. സെക്രട്ടറിയാണ്. സെക്കൻഡ് നോർമൽ പീപ്പിൾ ഡിക്കറിംഗ് വാർ ഓൺ മൺസ്. ബിവിക്കയുടെ ഒരു ജാഥ. ബോബിന്റെ അല്ല, ഇത് അണ്ണുവിന്റെ ഭാരത് വിഷൻ. ഇത് ഇപ്പൊ ചോദിച്ചിട്ട് എടാ ബിവിക്കയുടെ ഫുൾ ഫോം എന്തായിരുന്നു? എടാ സൂര്യ നീ എവിടെയൊക്കെ പോയി? ഏത് തന്റെ പോയി? സ്കൂബ ജോബ്. എന്തിനാ സ്കൂബ ജോബ് ഒക്കെ ചെയ്യണേ? കഴപ്പ് സോറി അറിയണ്ട നമ്മളെ കൊമ്പറ്റ മാവന്നെ അത് നമ്മക്ക് പിടിച്ചോടാ. പട്ടിയവൻ. ചന്തു